ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ് ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ്. Okay. Inseparable. അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. അതായത് ഇപ്പം നിങ്ങൾ തമ്മിൽ മാനസിക അകൽച്ച ഉണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കലി നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അതായത് എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ലവ് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അതൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അൺവർത്തി, യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. ഗോസിപ്പ്, അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ചില ആളുകൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സമൂഹം സൊസൈറ്റി തെറ്റിദ്ധരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ട് ഇപ്പം നിങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ നാട്ടുകാരോ വീട്ടുകാരോ റിലേഷനിലുള്ള ആളുകളോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സോ ഏതെങ്കിലും ഒരു സർക്കിൾ നിങ്ങളെ പറ്റി എന്തെങ്കിലും കുറ്റം പറയുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഗോസിപ്പ് അടിക്കുമോ എന്നുള്ളൊരു ചിന്ത. പിന്നെ നിങ്ങളെക്കാളും അതായത് അവരെക്കാളും നല്ലൊരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് നിങ്ങളുടെ ആള് പറയാൻ ആഗ്രഹിക്കുന്നു. ഹാബിറ്റ്സ്, ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. ഡിസ്ഹോണസ്റ്റി, ഡിറ്റാച്ച്മെന്റ്, ഗിൽട്ടി. അതായത് കുറച്ച് എനിക്കൊന്നൊന്ന് ചില ആളുകൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൾക്കായിരിക്കും എന്തെങ്കിലും ചെറിയ ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ, അതൊക്കെ ഇപ്പൊ അതുകൊണ്ട് പിന്നെ വേറൊരു ദിശയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ എപ്പോഴെങ്കിലും ചേഞ്ച് ആകുമോ എന്ന് പുള്ളിനോട് തന്നെ ചോദിക്കണം, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിനോട് തന്നെ ചോദിക്കുകയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ തമ്മിൽ നിങ്ങളോട് എന്തെങ്കിലും നിങ്ങളുടെ മച്ചമ്പി എന്തെങ്കിലും കുറച്ച് താൽക്കാലിക രക്ഷപ്പെടലിന് വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ ടോട്ടലി ചില ആളുകൾ നുണ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പൊ നുണകൾ പറഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർത്തതായിട്ട് കാണിക്കുന്നുണ്ട്. അത് പുള്ളിക്കും അറിയാം. അല്ലാന്നുണ്ടെങ്കിൽ നുണകൾ പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് നോക്കിയിട്ടുണ്ട്. നുണകൾ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ഒന്നല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനോ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെക്കുക, മറച്ചു വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതായത് നിങ്ങളുടെ അടുത്തുനിന്ന് ലെറ്റ് ഗോ ചെയ്തപ്പോൾ, നിങ്ങളുടെ അടുത്തുനിന്ന് മൂവ് ഓൺ ആയി പോയപ്പോൾ കുറച്ചും കൂടി അവരുടെ മൈൻഡ് റിയലൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മൈൻഡിൽ പല കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഗിൽട്ടി, ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. റിവീൽ, ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. അതായത് ഒരു കുറ്റബോധം. അതെ, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ചില ആളുകൾ തെറ്റ് അംഗീകരിക്കും, ചില ആളുകൾ അംഗീകരിക്കില്ല. ചില ആളുകൾ എന്റെ തെറ്റ് മറ്റുള്ളവർക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അത് എന്റെ തെറ്റായിട്ട് നിങ്ങൾ എന്നെ പറയരുത്, അല്ലെങ്കിൽ കളിയാക്കരുത്, അല്ലെങ്കിൽ എന്നെ അത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
പക്ഷെ ഇപ്പോ അവർ വിചാരിക്കുന്ന ഒരു കുറ്റബോധം, അവര് തന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കിയ, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു വ്യക്തിനെ ഇൻവോൾവ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ, അല്ലെങ്കിൽ അവർ തന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കാണിച്ചു കൂട്ടുകയോ സംതിങ്. അപ്പൊ ആ ഒരു പെയിനൊക്കെ അതിലുള്ള ഒരു കുറ്റബോധം. പിന്നെ ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. അപ്പൊ നുണയൊക്കെ നിങ്ങളുടെ നുണച്ചിപ്പാറോ അല്ലെങ്കിൽ നിങ്ങളുടെ ആള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ, ചിലപ്പോൾ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും, ചിലപ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാവും, ചിലപ്പോ സംശയങ്ങൾ മാത്രമല്ല, ചിലപ്പോ വേറെ കാര്യം ഇൻവോൾവ് ആയിരിക്കാം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തില്. ചിലപ്പോ അതൊരു വ്യക്തിയാകാം, ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഇൻവോൾവ് ആയിരിക്കാം, ചിലപ്പോ വ്യക്തികളാകാം, അതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തില് നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. എസ്കേപ്പ്, റിഗ്രറ്റ് ടൈം ആൻഡ് അൺസാറ്റിസ്ഫൈഡ്. ഓക്കെ, അതായത് എസ്കേപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്തിരി സ്ട്രോങ് ആയിട്ട് വന്നപ്പോഴോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കൂടുതൽ ആഗ്രഹിച്ച സമയം, ഇവരുടെ പ്രസൻസ് ആഗ്രഹിച്ച സമയം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ച സമയം, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് വന്ന സമയം, പല കാര്യങ്ങൾ എന്താണെങ്കിലും ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി എന്താ പറയാ, ഓടി ഒളിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ ഓടി വേറെ സ്ഥലത്ത് പോയി, അല്ലെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെട്ടു, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു അർത്ഥം വെച്ചുള്ള പരിപാടി എല്ലാ റീഡിങ്സിലും വരാറുണ്ട്. ഓക്കെ. റിഗ്രറ്റ്, അതായത് പുള്ളി തന്നെ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അതിനുള്ള ഒരു കുറ്റബോധങ്ങളും കാര്യങ്ങളും ഒക്കെ തോന്നുന്നുണ്ട്. ഓക്കെ. കുറ്റബോധം തോന്നിയാൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് യാന്ത്രികമായിരിക്കും എന്ന് പറയണ പോലെ യാന്ത്രികമായിട്ട് തന്നെ പല കാര്യങ്ങളും തോന്നുന്നുണ്ട്. ടൈം, അതായത് ഐ ആം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. അതായത് നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാനായിരിക്കാം, നിങ്ങൾക്ക് പല കാര്യങ്ങളും എന്താ നിങ്ങളോട് വെളിപ്പെടുത്തേണ്ട പല സിറ്റുവേഷനും കാര്യങ്ങളും ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാകാം. അപ്പൊ അതിനൊക്കെ ഓൾറെഡി അവർ ആക്ഷൻ എടുക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ അതിനുള്ള ഒരു ടെൻഷൻ, പേടി എന്ന് വേണമെങ്കിൽ പറയാം. ഐ വാസ് നോട്ട് ഹാപ്പി ദ വേ തിങ്സ് വർ ഗോയിങ്. അതായത് ഇവർക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷെ ആ പ്ലാനിങ് അനുസരിച്ചല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് മൊത്തം പോയത്. അതിൻ്റെ അകത്ത് ഒരു ഹാപ്പിനെസ് ഇല്ലായ്മ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഉദ്ദേശിച്ച പരിപാടികൾ നടക്കാതിരിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്, അതൊക്കെ അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്നു, ഉണ്ട് എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ഓക്കെ. വാല്യൂസ്, അതായത് നിങ്ങൾ ചിലപ്പോൾ ജോബ് വൈസോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫാമിലി വൈസ്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സ്വഭാവത്തിന്റെ കാര്യത്തിലോ, അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കാര്യത്തിലോ, അല്ല എക്സ്ട്രാ മാരിറ്റൽ അങ്ങനെയുള്ള പരിപാടികൾ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടോ, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ. ഡെസ്റ്റിനി, അതായത് ഇപ്പോഴും പുള്ളി സ്ട്രഗിൾ ചെയ്ത്, അല്ലെങ്കിൽ പുള്ളിക്കാരത്തി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശരിയായിട്ടുള്ള പാത ഏതാണ്, എൻ്റെ ശരിയായിട്ടുള്ള വഴി ഏതാണ് എന്നുള്ളത്. ഇറിപ്ലേസിബിൾ, ദ വേ യു ലവ് ക്യാൻ ബി നെവർ ബി മാച്ച്ഡ്. അതായത് എവിടെയെങ്കിലും പോയി പെട്ടിട്ടുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ബന്ധം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. പക്ഷെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി ചിലപ്പോൾ അതിൻ്റെ അകത്ത് വർക്കൗട്ട് ആവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പോലെ അവിടെ നിന്നൊന്നും കിട്ടുന്നുണ്ടാവില്ല, നിങ്ങൾ സ്നേഹിച്ച പോലത്തെ കാര്യങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. സ്പേസ്, ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. അവിടെ കാലൊക്കെ നീട്ടിയിരുന്ന് ആലോചിക്കുവാണ്. ഇത് ഓണം കഴിഞ്ഞാലും എഴുന്നേക്കുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കും. ഈ കാർഡ് കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ്. തിരുവോണം ആണെങ്കിലും എഴുന്നേക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ. ഓക്കെ,
ഐ ഡോണ്ട് നോ ദ റീസൺ ബിഹൈൻഡ് ദിസ്. അതായത് പുള്ളിക്ക് അറിയില്ല ഇതിന്റെ അകത്ത് നടന്ന കാര്യങ്ങൾ എന്താണ്, അങ്ങനെയൊക്കെ ആണ് ഉദ്ദേശിക്കുന്നത്. ഇത്തിരി ലിറ്റിൽ ബിറ്റ് ആയിട്ട് നുണ പറയുന്ന ആളാണെന്ന് തോന്നുന്നു. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ പുള്ളി നടന്ന കാര്യങ്ങളൊന്നും പുള്ളി ചിലപ്പോൾ ഏറ്റെടുക്കാനായിട്ട്, അതായത് ചില ആളുകള് ചില സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും, പക്ഷെ അത് ഏറ്റെടുക്കാൻ റെഡി ആവൂല. അത് അവരുടെ ഐഡന്റിറ്റിക്ക് കോട്ടം തട്ടുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് ഞാൻ തന്നെ, എനിക്കറിയില്ല എന്തൊക്കെയാണ് നടന്നതെന്ന് നിങ്ങളുടെ ആള് നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. അതായത് നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സോറി പറയാൻ തയ്യാറാണ്, ഞാൻ എന്താണ് ചെയ്തിട്ടുണ്ടത് അത്. ഓക്കെ, അതുകൊണ്ട് ലിവിങ് യു ഹേർട്സ് മീ ടു ബട്ട് ഇറ്റ് വാസ് ദ നീഡഡ്. ചിലപ്പോൾ ഇത് എന്താ പറയുക, എക്സ്ട്രാ മാരിറ്റൽ ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. പക്ഷെ നിങ്ങളുടെ അടുത്തുനിന്ന് ബ്രേക്കപ്പ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുനിന്ന് വേർപിരിയല് അതൊരു നീഡഡ് ആയിരുന്നു. പക്ഷെ നിങ്ങൾ വേദനിച്ച പോലെ പുള്ളിക്കാരത്തിക്കും അല്ലെങ്കിൽ പുള്ളിക്കാരനും വേദന ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ലെഫ്റ്റ് യു ടു മേക്ക് യു റിയലൈസ് മൈ ഇമ്പോർട്ടൻസ്. അറിയാലോ, അതായത് നിങ്ങൾ എൻ്റെ വില മനസ്സിലാക്കണം, നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ, ഞാനില്ലാത്ത അവസ്ഥ, എൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം, എവിടെ പോയാലും മനസ്സിലാക്കണമെന്നൊക്കെ ഉള്ള ഇത്തിരി വാശിയൊക്കെ ഉള്ള ആളാണെന്ന് തോന്നുന്നു. മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു. എൻ്റെ ലൈഫ് ഒരു വർത്ത്ലെസ് ആയിപ്പോയി, നീ ഇല്ലാത്ത കാരണം. നീ ഇല്ലാത്തതുകൊണ്ട് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആയിപ്പോയി, മധുരയില്ലാത്ത പായസം ആയിപ്പോയി എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പായസത്തിന്റെ സാമ്പാറിന്റെ ഒക്കെ നാളുകളായിരിക്കുമല്ലോ. ഇപ്പൊ ഇനി അടുത്ത ആഴ്ച എല്ലാ വീടുകളിലും പായസവും സാമ്പാറും അവിയല് കിച്ചടി തോരൻ എല്ലാം ആയിരിക്കും. അതൊക്കെ കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ അതെല്ലാം കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ എന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ എന്താണ്, ഈ സാമ്പാറും അവിയലും എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഫ്രിഡ്ജ് കൊടുക്കുന്നത്. ആ പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ പാത്രമായിരിക്കും 2-3 ദിവസം കഴിയുമ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, I feel attracted towards you. It was really hard to let you go. I am fed up with your complaining nature. അതായത് ഇതേ നിങ്ങളുടെ ആൾക്ക് ചില സമയത്ത് കയ്പ് കാരണം ഇറക്കാനും മധുരം കാരണം തുപ്പാനും പറ്റാത്ത അവസ്ഥ. എടുക്കണോ വേണ്ടയോ, എടുക്കണോ വേണ്ടയോ. കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങളെ പറ്റി നല്ലത് ചിന്തിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ അവരെന്നോട് അങ്ങനെ അന്ന് ചെയ്തു, ഇവരിന്ന് അങ്ങനെ ചെയ്തു, അവരെ എന്നോട് ആ സമയത്ത് ഇങ്ങനെ പ്രവർത്തിച്ചു, എന്നോട് നല്ല രീതിക്ക് പ്രവർത്തിക്കണ്ടേ, ഞാൻ പാവമല്ലേ, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ, അപ്പൊ എന്നെ നോക്കിയും കണ്ടൊക്കെ നിൽക്കണ്ടേ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ചില സമയത്ത് നിങ്ങളെ പറ്റി നല്ല കാര്യങ്ങൾ, ചില സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു, നിങ്ങളല്ലേ ശരിക്കും, നിങ്ങളുടെ സ്വഭാവം അല്ലേ ശരിയാക്കേണ്ടത്, എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പമെന്നൊക്കെ ചില സമയത്ത് നിങ്ങളുടെ ആൾക്ക് അങ്ങനെ ഉണ്ട്. ഓക്കെ, നിങ്ങളെ പറഞ്ഞയക്കുന്നതിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം പിരിയുന്ന, അല്ലെങ്കിൽ ബന്ധം മാനസിക അകൽച്ച, നിങ്ങളുടെ അടുത്തുനിന്ന് ഫിസിക്കലി അകൽച്ചകൾ വന്നത് നിങ്ങൾ പറഞ്ഞു വിടുന്നതിലൊക്കെ നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചോ അത്രത്തോളം ബുദ്ധിമുട്ട് നിങ്ങളുടെ ആളും അനുഭവിച്ചു. പിന്നെ എന്താ പറയാ, നിങ്ങളുടെ ഒരു കംപ്ലൈനിങ് നേച്ചർ ഉണ്ടാവും. ചിലപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ പല റെസ്പോൺസിബിലിറ്റിന്ന് ഒളിച്ച ആളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യ സമയത്ത് ഈ മനുഷ്യനെയോ ഈ മനുഷ്യത്തെയോ കൊണ്ട് നിങ്ങൾക്കൊരു ഒരു ഉപകാരം, അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യഘട്ടത്തിൽ ചിലപ്പോ ഉണ്ടായിട്ടുണ്ടാവൂല. നമ്മള് വിശന്നിരിക്കുമ്പോഴല്ലേ ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലാതെ ഭക്ഷണം കഴിച്ച് ഉണ്ട് നിറഞ്ഞിരിക്കുമ്പോ പല കാര്യത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് എന്തായിരുന്നു കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പൊ നിങ്ങളത് കംപ്ലൈന്റ് ആയിട്ട് നിങ്ങൾ പഴയ പോലെ നിങ്ങൾ എന്നോട് സ്നേഹം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ പഴയ പോലെ എന്നോട് കമ്മിറ്റ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ പഴയ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളിങ്ങനെ അതൊരു കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അത് നിങ്ങളോട് എന്താ, നിങ്ങൾ തമ്മിൽ അതിന്റെ പേരും പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ വ്യക്തികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ തമ്മിൽ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ അതില് ഐ ആം ഫെഡ് അപ്പ്, അതായത് ആ ഒരു നിങ്ങളുടെ കംപ്ലൈനിങ് നേച്ചറിൽ മതിയായി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കാർഡില്ല, ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഐ കാൺ സീ യു ക്രൈയിങ്. ഓക്കെ, നിങ്ങൾ കരയുന്നത് കാണാനോ നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്നത് കാണാനോ നിങ്ങളുടെ ആള് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ആളുടെ മെസ്സേജസ്. അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തതൊക്കെ വിട്ടേക്കുക.
ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.